കട്ടപ്പന നഗരസഭയിൽ അടിയന്തര കൗൺസിൽ യോഗം ചേർന്നു. കട്ടപ്പന ഫെസ്റ്റിന്റെ കാലാവധി നീട്ടി നൽകുന്നതുമായി ബന്ധപ്പെട്ടാണ് യോഗം ചേർന്നത്. യോഗ തീരുമാനപ്രകാരം 10 ദിവസം കൂടി ഫെസ്റ്റിന്റെ കാലാവധി നീട്ടി നൽകി. കൗൺസിൽ യോഗത്തിൽ നിന്ന് കോൺഗ്രസ് എ ഗ്രൂപ്പ് വിട്ടുനിന്നു. LDF അംഗങ്ങൾ യോഗത്തിൽ വിയോജനം അറിയിച്ചു. കട്ടപ്പന മുനിസിപ്പൽ ഗ്രൗണ്ടിൽ നടക്കുന്ന ഫെസ്റ്റിന്റെ കാലാവധി നീട്ടി നൽകുന്നതുമായി ബന്ധപ്പെട്ടാണ് അടിയന്തര കൗൺസിൽ യോഗം ചേർന്നത്. 2024 ഡിസംബർ 18 മുതൽ ജനുവരി 9 വരെയായിരുന്നു ഫെസ്റ്റിന്റെ കാലാവധി. 10 ദിവസം കൂടിയാണ് ഫെസ്റ്റിന്റെ തീയതി നീട്ടിയത്. ഫെസ്റ്റിനോടനുബന്ധിച്ചായിരുന്നു അത് 19-ാം തീയതി വരെ നീട്ടിക്കൊടുത്തിട്ടുണ്ട്. കൗൺസിൽ തീരുമാനപ്രകാരം നീട്ടിക്കൊടുത്തിട്ടുണ്ട്. കൗൺസിൽ യോഗത്തിൽ നിന്നും കോൺഗ്രസ് ഐ ഗ്രൂപ്പ് വിട്ടുനിന്നു. യോഗത്തിൽ LDF കൗൺസിലർമാർ വിയോജനം അറിയിച്ചുകൊണ്ട് യോഗം ബഹിഷ്കരിച്ചു. ഫെസ്റ്റിനെ സംബന്ധിച്ച് നിരവധി ഏജൻസികളാണ് അന്വേഷണം നടത്തുന്നത്. വ്യാപകമായ അഴിമതി ഫെസ്റ്റിൽ ഉണ്ടായിട്ടുണ്ട്. ഭൂരിഭാഗം ഭരണകക്ഷി കൗൺസിലർമാരും അഴിമതിയുടെ ഭാഗമായിട്ടുണ്ട്. മുനിസിപ്പൽ ഗ്രൗണ്ട് വാടക കുറച്ചതിലും അഴിമതി നടന്നിട്ടുണ്ടെന്നും LDF കൗൺസിലർമാർ ആരോപിച്ചു. ഫെസ്റ്റിനെ സംബന്ധിച്ച് കേരളത്തിലെ അന്വേഷണ ഏജൻസികളെല്ലാം അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് വളരെ വ്യാപകമായ അഴിമതി. ഇടതുപക്ഷ കൗൺസിലർമാരെ കഴിഞ്ഞ കൗൺസിൽ ഇതിനെക്കുറിച്ച് അംഗീകാരം കൊടുക്കുന്ന കൗൺസിലിൽ ഞങ്ങൾ വിയോജനക്കുറിപ്പ് എഴുതിയിരുന്നു. ആ വിയോജനം നിലനിൽക്കുമ്പോൾ ഇന്നും കൂടി കൗൺസിലിൽ ഞങ്ങൾ വിയോജനക്കുറിപ്പ് എഴുതിയിട്ടുണ്ട്. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ ഫെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വളരെ വ്യാപകമായ അഴിമതി താഴെത്തട്ട് മുതൽ നടന്നിട്ടുണ്ട്. മിക്കവാറും കൗൺസിലർമാരെല്ലാം അഴിമതിയുടെ ഭരണകക്ഷിയിലെ കൗൺസിലർമാരെല്ലാം അഴിമതിയുടെ ഭാഗമായിട്ടുണ്ട്. അത് ഈ നാട്ടിൽ മുഴുവൻ വാർത്തയാണ്. ഫെസ്റ്റ് നീട്ടിക്കൊടുക്കുക വഴി മുനിസിപ്പാലിറ്റിക്ക് 7 ലക്ഷത്തിലധികം രൂപയുടെ വരുമാനം ഉണ്ടാകുന്നു. അധിക വരുമാനം ലഭിക്കുന്നത് രോഗികൾക്കായി ഉപയോഗിക്കാൻ സാധിക്കുമെങ്കിൽ ജനോപകാരപ്രദമായ നടപടിയാകുമെന്നും മുനിസിപ്പാലിറ്റിയുടെ ഈ നടപടിയോട് യോജിക്കുന്നുവെന്നും BJP കൗൺസിലർമാർ പറഞ്ഞു. നമ്മുടെ ഈ കട്ടപ്പന മുനിസിപ്പാലിറ്റിയിലെ കിഡ്നി പേഷ്യന്റ് ക്യാൻസറുകൾ കൊടുക്കണമെന്നാണ് ഞങ്ങൾ അവിടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് വെച്ച് ചെയ്യുന്നതിന് മറ്റ് നിയമ തടസ്സങ്ങളൊന്നുമില്ല എന്നാണ് സെക്രട്ടറിയും പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അത് അവർക്കൊരു ആശ്വാസമായിരിക്കും. മറ്റുള്ള രോഗികളാണെങ്കിലും തീരെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഒരു സഹായമായി തീരും. അതുകൊണ്ടാണ് 10 ദിവസം കൂടെ നീട്ടി കൊടുക്കാൻ ഞങ്ങൾ തീരുമാനമെടുത്തത്, അവരോട് സഹകരിച്ചത്. 72,000 രൂപ ദിവസ വാടകയ്ക്കാണ് മുനിസിപ്പൽ ഗ്രൗണ്ട് വിട്ടു നൽകിയിരിക്കുന്നത്. 10 ദിവസം കൂടി അധിക ദിവസം അനുവദിക്കുമ്പോൾ 7,20,000 രൂപ അധിക വരുമാനം കൂടി ലഭിക്കും. ഇത് മുഴുവൻ വാർഡുകളിലെയും രോഗികൾക്കായി ചെലവഴിക്കാനാണ് അധികൃതർ ലക്ഷ്യമിടുന്നത്. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.